50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ കേജ്രിവാൾ എങ്ങനെയാണ് ആപ്പിനെ മാറ്റുന്നത്, എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയെ മാറ്റുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ സുപ്രീം കോടതി വിധി. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ തിരുനാളം പോലെ കിട്ടിയ വിധി. ആ വിധിയെ ഏറ്റവും ബഹുമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇഡി എന്നല്ല പറയേണ്ടത്, പേടി എന്നാണ് പറയേണ്ടതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ജാമ്യാപേക്ഷ എന്ന് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി സ്വമേധയാ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്തുള്ള പെറ്റീഷനിൽ ഇന്ററിം ബെയിലിനെ പറ്റി സംസാരിക്കുന്നു. ഇന്ററിം ബെയിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ജൂൺ 1 വരെ അദ്ദേഹം പ്രചരണത്തിലുണ്ടാവും. ഇവർ പറയുന്ന ഇപ്പൊ പുതിയ സംഘപരിവാർ പറയുന്ന അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ ഒപ്പിടാൻ സാധിക്കത്തില്ല, മന്ത്രിസഭാ മീറ്റിംഗ് കൂടാൻ സാധിക്കത്തില്ല. ഇത്രയും നാൾ അതല്ലല്ലോ പറയും, ഇത്ര നാളും പറഞ്ഞ രാജിവെക്കണം എന്നല്ല പറയും. ഇപ്പൊ പറയുന്നത് എന്താണ്, അദ്ദേഹം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നും വേണ്ടാന്നേ. അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അതിന്റെ മുൻപിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റ് മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ മുൻപിൽ കേജ്രിവാൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഞാൻ വന്നു, തിരിച്ചു വന്നിരിക്കുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയാം സ്മൃതി. അതായത് 2015 ഇന്ത്യയുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് ഉദയ് മഹക്കൂറും ചിരാഗ് പണ്ഡിറ്റും എന്ന് പറയുന്ന രണ്ടുപേർ എഴുതിയ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് ഡിവൈഡ് എന്ന് പറയുന്ന വീര സർവർക്കറിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജയിലിൽ കിടന്ന സർവർക്കർ ദയാഹർജി കൊടുത്തത്. മാപ്പ് എന്നല്ല, അദ്ദേഹം ദയാഹർജി കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തോട്, ഒരു സൈഡിൽ ഞാനിങ്ങനെ സഹന സമരമൊക്കെ ചെയ്യുമ്പോൾ താങ്കളും കൂടെ ഉണ്ടാവണം, താങ്കൾക്കുണ്ടായ വിപ്ലവ സമരം നയിക്കാൻ താങ്കളുണ്ട്, അതുകൊണ്ട് താങ്കൾ ദയാഹർജി കൊടുക്കണം. ഈ സംഘപരിവാർ മാപ്പ് പറഞ്ഞു, ഷൂ നക്കി, ചെരുപ്പ് നക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ പാർട്ട്ലി അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ദയാഹർജിയും കൊടുത്തില്ല. സംഘപരിവാർ തെട്ടൂരങ്ങളെ പേടിച്ചില്ല. ജയിലിൽ കിടന്നു, ഞാൻ മാപ്പിടി തരാമെന്ന് പറഞ്ഞില്ല. അവിടെ കിടന്നുകൊണ്ട് കൊല്ലാനൊക്കെ നോക്കിയില്ലേ, ഇൻസുലിൻ കൊടുക്കാതെ കൊല്ലാൻ നോക്കുന്നു, അദ്ദേഹത്തെ മറ്റു തരത്തിൽ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ നിൽക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു മാപ്പെഴുതാതെ, ഒരു ബെയിൽ ഹർജി പോലും കൊടുക്കാതെ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം, ഒരുപക്ഷെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തിലേക്ക് ന്യായാധിപരൊക്കെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. അവരിതിനകത്ത് വലിയ മെറിറ്റിലേക്ക് ചർച്ചയിലേക്ക് ഒന്നും പോയില്ല. അവരെന്താ ആഗ്രഹിച്ചത്? എന്താ ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ആ വിധി. അതായത് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. ആ കാറ്റിനെ അതിഗംഭീരമായി വീശി മുമ്പോട്ട് നയിക്കാൻ, മതേതര സഖ്യത്തിന് മുമ്പിൽ നയിക്കാൻ രാജകുമാരനെ പോലെ കേജ്രിവാൾ ഉണ്ടാവണം എന്ന ആഗ്രഹം ഒരുപക്ഷെ പരമോന്നത കോടതിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും, ഒരുപക്ഷെ കോടതിയെ കൂടുതൽ ഞാൻ കടന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ സന്തോഷപരമായി സമീപിക്കുകയോ അല്ല, മറിച്ച് അത്തരത്തിൽ ജനങ്ങളെ വിശ്വാസിക്കുന്ന ഒരു വിധിയാണ്. ഇതുമായി മുമ്പോട്ട് കൃത്യമായിട്ട് ഇന്ത്യ സഖ്യം ഇപ്പൊ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് 1ാം ഘട്ട 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആദ്യം മോദി ഗ്യാരണ്ടിയെ പറ്റിയാണ് വാദോരാ സംസാരം. മോദി ഗ്യാരണ്ടി, സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി, ഇവിടെ വീടുകൾ പണിത് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ച നരേന്ദ്രമോദി ഇപ്പൊ വന്ന് നിൽക്കുന്ന എവിടെയാണ്? 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വർഗീയ സ്റ്റേറ്റ്മെന്റുകളിലാണ്. രാജ്യത്തിൽ ഇത്ര മ്ലേച്ഛമായ രീതിയിൽ, ഇത്ര മോശമായ രീതിയിൽ വർഗീയ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അവിടെ സംഘപരിവാറിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ച് കയറ്റിയിട്ട് തിരികെ കേജ്രിവാൾ പോകുള്ളൂ. പിന്നെ മണ്ണിട്ട് മൂടുന്ന ചടങ്ങാണ്. അതിന് ഇവിടെ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന നേതാക്കന്മാരുണ്ട്, അവരത് ചെയ്തോളൂ. ഇതാണ് എനിക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. Debate with Smriti Parittikad.